വെയിറ്റ്, ഫോണുകൾ ആരും വാങ്ങിക്കില്ലേ? കാരണം അടുത്ത മാസം ഒരുപാട് നല്ല നല്ല ഫോണുകൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങിയാൽ ശരിയാവില്ല. കാരണം ഇപ്പോൾ ഓഫർ ടൈമാണ്. ഈ ഓഫർ ടൈമിൽ ഫോൺ വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആടേ പറയുന്നതെന്ന് തീർച്ചയായിട്ടും കമ്പനിയിൽ നിങ്ങൾ ചോദിക്കുന്നുള്ളത് ഒരു തർക്കമില്ല. പക്ഷെ വാങ്ങിക്കുന്നതിന് മുമ്പ് എന്തായാലും അടുത്ത മാസം വരുന്നത് എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ വെയിറ്റ് ചെയ്യണോ അതോ ഈ ഓഫറിൽ വാങ്ങിക്കണോ എന്ന് തീരുമാനിക്കാമല്ലോ. സോ അപ്പോൾ ഏതൊക്കെയാണ് അടുത്ത മാസം വരാൻ പോകുന്ന ബെസ്റ്റ് ഫോണുകൾ, ബെസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. സോ താല്പര്യമുള്ളവർക്ക് വെയിറ്റ് ചെയ്യാമല്ലോ. എന്തായാലും ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ V40 സീരീസ് ആണ്. കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ നോട്ടത്തിൽ തന്നെ നന്നായിരിക്കുന്നു ഈ ഫോൺ. 6.78 ഇഞ്ച് വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ, 7 Gen 3 പ്രോസസർ, 50 MP ക്യാമറ, 5500 mAh ബാറ്ററി, 80 വാട്ട് ചാർജിംഗ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലാണ് ഈ ഫോൺ വരുന്നത്. ബട്ട് വിവോ ഫോൺ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലേശം പ്രൈസ് കൂടുതലായിരിക്കും. എങ്കിൽ പോലും നല്ലൊരു ക്യാമറ ഫോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ക്യാമറ ഫോൺ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു 40,000-30,000 ഇടയിലേക്കാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഒരു പക്ഷേ ഇത് ബെസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു അടിപൊളി ഐറ്റം കൂടി അടുത്ത മാസം വരുന്നുണ്ട്. മോട്ടോ എഡ്ജ് 40 Neo എന്ന് പറയുന്ന 22,000 രൂപ റേഞ്ചിൽ വന്ന ആ ഒരു ഫോൺ അടിപൊളിയായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു. അതിന്റെ അടുത്ത വെർഷൻ എഡ്ജ് 50 Neo വരുന്നുണ്ട്. പക്ഷേ ഇത്തവണ കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ടാവില്ല. കഴിഞ്ഞ കർവ്ഡ് ഡിസ്പ്ലേക്ക് ആയിട്ട് നല്ലൊരു നൈസ് ഫോണായിരുന്നു. ഇത്തവണ കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ടാവില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ ആയിരിക്കും അതിന്റെ ഡിസൈൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 144 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. ഡയമൻസിറ്റി 7300 പ്രോസസർ, 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 4310 mAh ബാറ്ററി, 33 വാട്ട് ചാർജിംഗ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്പെക്ക്. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു സ്പെക്ക് സാധാരണ ഒരു സ്പെക്ക് തന്നെയാണ്. ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല. ഇത് ലീക്ക് ഇൻഫർമേഷൻ ആണ്. സോ മോട്ടോ ഒറിജിനലായിട്ട് അതിൽ എന്തെങ്കിലും വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ഘടകങ്ങൾ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു ഫോണാണ് Realme 13 സീരീസ്. അതിലെ 13 പ്രോയും Pro Plus രണ്ടും നമ്മുടെ കയ്യിലുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഫോൺ, ഏറ്റവും നല്ല ക്യാമറയുള്ള ഫോൺ എന്ന രീതിയിലാണ് അവർ ഇത് കൊണ്ടുവരുന്നത്. കണ്ടിട്ട് ഇംപ്രസീവ് ആയിട്ട് തന്നെ തോന്നുന്നു. ചില AI ഫീച്ചറുകൾ, ഈ ക്യാമറയുടെ ഭാഗത്ത്, ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത് വരുന്ന ചില AI ഫീച്ചറുകൾ വളരെയധികം മികച്ചതായിട്ട് തോന്നുകയും ചെയ്തു. എന്താണ് ഈ സംഗതികൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. 30-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച്. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സീരീസ് ഫോൺ എന്ന് പറയുന്നത് പിക്സൽ സീരീസ് ആണ്. പിക്സൽ 9 സീരീസ് ഇറങ്ങുകയാണ്. Tensor G4 പ്രോസറൊക്കെ വെച്ച് ഒരുപാട് AI സംഭവങ്ങളൊക്കെ കുത്തി നിറച്ച് പിക്സൽ 9 വരും. ഈ കാണുന്നതാണ് അതിന്റെ ഭംഗി അല്ലെങ്കിൽ ഡിസൈൻ. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാനിത് മുൻപ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞു. കുറെ പേര് ഇത് ഐഫോണിന്റെ കോപ്പിയാണെന്ന് പറഞ്ഞു. എന്ത് തന്നെയായാലും കാണാൻ മോശമൊന്നുമില്ല, നല്ല രസമായിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. നന്നായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ. എന്തിന്റെ കോപ്പിയാണോ എന്തിന്റെ കുഞ്ഞാണോ, സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വരുന്നുണ്ട് അടുത്ത മാസം 13-ാം തീയതി, ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഒരു കാര്യം കൂടി അവർ ചെയ്യുന്നുണ്ട്, പിക്സൽ ഫോൾഡ്. അതും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ ഫോൾഡിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ S24 FE ആണ്. ഈ ഫോൺ കഴിഞ്ഞ മാസം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടു. നമ്മുടെ കഴിഞ്ഞ മാസത്തെ അപ്കമിംഗ് ഫോൺസിന്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ മാസം എന്തായാലും ജൂലൈയിൽ എന്തായാലും അത് വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഓഗസ്റ്റിൽ വരുമെന്ന് ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നു. അതും എനിക്ക് യാതൊരു ഒഫീഷ്യലായിട്ട് ട്രസ്റ്റഡ് ആയ സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. സോ ചിലപ്പോൾ വന്നേക്കാം S24 FE. Exynos 2400 എന്ന പ്രോസസർ ആയിരിക്കും ഉണ്ടായിരിക്കാമെന്നും പറയപ്പെടുന്നു. പിന്നെ IPv6 റേറ്റിംഗ്, 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4200 mAh ബാറ്ററി, അങ്ങനെ 25 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്. വലിയ കാര്യമായിട്ടുള്ളൊന്നും പറഞ്ഞും കേട്ടില്ല. സോ എന്തായാലും പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഒന്ന് കരുതി വെച്ചോളൂ. ചിലപ്പോൾ S24 FE അങ്ങനെ ലോഞ്ച് ചെയ്താലും. ഇനി ഇൻട്രസ്റ്റിംഗ് ആയ 2 ലോഞ്ചുകൾ. കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2 ഇൻട്രസ്റ്റിംഗ് ആയ ഡിവൈസ് എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 2A Plus. ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നത്. 2A നമ്മൾ കണ്ടു, 2A Plus. ഇതിൽ എന്താണ് അവർ വെക്കാൻ പോകുന്നത്, എന്താണ് സ്പെഷ്യൽ ഒന്നും അറിയില്ല. ഇവർ ഓരോ ഫോൺ ഇറക്കുമ്പോഴും ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഇറക്കുന്നത്. സോ ഇതിനകത്തും ഭയങ്കര സ്പെഷ്യാലിറ്റി പ്രതീക്ഷിക്കാമെന്നാണ് നത്തിങ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. സോ വെയിറ്റ് ചെയ്യാം. നത്തിങ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. 30,000 താഴെ തന്നെ ആയിരിക്കും ഫോൺ മിക്കവാറും വരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നത്തിങ് ഫാൻസിനെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു വെടിച്ചിൽ ഐറ്റമാണ് 25,000 താഴെ വരാൻ പോകുന്ന iQ C9 Pro. ഇത് ആ വിലയ്ക്ക് വരുമെന്നാണ് ലീക്ക് കേൾക്കുന്നത്. ഗെയിം കളിക്കുന്നവർക്കൊക്കെ അടിപൊളി ആയിട്ടുമാണെന്നാണ്. അതായത് ഇതിൽ 144 ഹെർട്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് ഉണ്ടാവുക. അത് 1.5K ഡിസ്പ്ലേ ആയിരിക്കും. Snapdragon 7 Gen 3 പ്രോസസർ ഉണ്ടായിരിക്കും. 6000 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിംഗ് ഉണ്ടായിരിക്കും. മൊത്തത്തിൽ 25,000 താഴെ എല്ലാ സംഭവങ്ങളും കുത്തി നിറച്ചുകൊണ്ടാണ് ഈ ഫോൺ വരിക എന്നാണ് അറിയുന്നത്. നമുക്ക് കാത്തിരിക്കാം. 2-3 ദിവസത്തിനുള്ളിൽ ഫോൺ കയ്യിൽ കിട്ടും. അപ്ഡേറ്റ് ചെയ്യാം. സോ ഇത്രയും ഫോണുകളാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നത്. സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എല്ലാ ഫോണുകളും തന്നെയും. ഈ പറഞ്ഞതൊക്കെ ബെസ്റ്റ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നിയ ഫോണുകൾ മാത്രമാണ്. ഇതുകൂടാതെ ഇൻഫിനിക്സിന്റെ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, ടെക്നോയുടെ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ഫോണുകൾ വേറെ വരുന്നുണ്ട്, സാംസങ്ങിന്റെ വേറെ ചെറിയ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഇറങ്ങട്ടെ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാനിവിടെ മെൻഷൻ ചെയ്തു. കാരണം ഈ ഓഫറിൽ നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ അടുത്ത മാസം വരുന്ന ബെസ്റ്റ് ഫോണുകളെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ വേണമെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കുമല്ലോ. സോ അതിനുവേണ്ടി ബെസ്റ്റ് ഫോണുകളുടെ മാത്രം വീഡിയോ ആണ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.